ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഈ അവസ്ഥയിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അവർ മറന്നുപോയോ, എന്താണ് അവരുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ അപ്പോൾ നമ്മൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരിപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ട്രാജഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ വിവിധ മേഖലകളിൽ നമുക്കത് ഉണ്ടാവാം. പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളാണ് ആഘാതമായിട്ട് തോന്നുന്നത്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് വലിയൊരു ആഘാതമായിട്ട് തീരാം. അതായത് പിന്നെ വലിയൊരു കടബാധ്യതകളും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ലൈഫ് തന്നെ ഒരു അപ്സൈഡ് ഡൗൺ മറിയുന്ന ഒരവസ്ഥയിലേക്ക് പോവാം. ചിലർക്കാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ ആയിരിക്കാം അങ്ങനെ ഒരു തിരിച്ചടിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ വലിയ മേജർ ആക്സിഡൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നനച്ചിരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ദുരന്തങ്ങൾ. അപ്പോൾ അതുപോലെ എന്തോ ഒരടി ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ അങ്ങനെ ഒരു കനത്ത നഷ്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുക, നമ്മളൊരു പൊസിഷൻ എന്താ പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് താഴെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ദുരന്തത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഒരുപാട് മനോസംഘർഷം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് മാനസിക ദുഃഖത്തിലൂടെയാണ് ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയുടെ ലൈഫാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരായിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടിയും അവരെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച് നിങ്ങൾ വല്ല ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഇവരെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ട്രാജഡി എന്താണ് എന്നുള്ളത് ഊഹിക്കാൻ സാധിച്ചേക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് കൂടി ആ ഒരു പേഴ്സൺ സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് അവരനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ചിലപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അതെല്ലാം ഓക്കെ. പക്ഷേ എന്ത് ചെയ്യുന്നതിന് മറ്റൊരാളുടെ ഹെൽപ്പ് വേണ്ടുന്ന ചില വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം. ചിലപ്പോൾ ഒരു ഷോറൂമിൽ പോയി എന്തെങ്കിലും വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവില്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും അവർക്ക് കുറച്ചും കൂടി ഒന്ന് കംഫർട്ടബിൾ ആവുക. ഒറ്റയ്ക്ക് ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു വിമുഖത കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഇത്രയും വലിയ ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവരുടെ ലൈഫിൽ നടന്നു. എങ്കിൽ കൂടിയും അവർ അതിനെതിരെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുക, അല്ലെങ്കിൽ ഒരു വിക്ടിം മെൻറ്റാലിറ്റി എന്നുള്ള രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അവരായിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ കൂടിയും അംഗീകരിക്കാതെ അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണ്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. അതായത് ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരു 10 പേര് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും അവർ സമ്മതിച്ചു തരില്ല. ചിലപ്പോൾ ആ 10 പേരെയും അവർ കുറ്റം പറഞ്ഞെന്ന് വരാം. ആ പറയുന്ന 10 പേരും കുറ്റക്കാരാണ്, എങ്കിലും ഞാൻ തന്നെയാണ് ഓക്കെ ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരിപ്പോഴും ചിന്തിക്കുന്നത്. കാരണം അവരിപ്പോഴും വേണമെങ്കിൽ ആ ഒരു ഡിവൈൻ, ആ ഒരു ദൈവത്തെയും ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ വരാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ദൈവമേ, ഞാൻ വളരെ ഓക്കെ ആണല്ലോ എന്നുള്ളൊരു എനർജിയാണ്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം,
അല്ലാന്നുണ്ടെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകളോ ഒരു ആർട്ടിസ്റ്റിക് ആ ഒരു മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു വ്യക്തി. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഏരിയയിലെങ്കിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പാരമ്പര്യപരമായിട്ടോ അല്ലെങ്കിൽ ഒരു തറവാടൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ആളുകൾ പാരമ്പര്യമായിട്ടൊക്കെ അവരുടെ ഫാമിലി ഉൾപ്പെടെ അറിയുന്ന ഒരു തരം വ്യക്തികൾ. അങ്ങനെയൊക്കെ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു നോട്ടീസബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കെയർ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ പാമ്പർ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവാം, ഇനി ചിലപ്പോൾ അസിസ്റ്റൻസ് ആയിട്ട് നടക്കുന്നവരായിരിക്കും. അതായത് എപ്പോഴും ഇവർക്കൊരു സപ്പോർട്ട് വേണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ചിലപ്പോൾ ഇവരുടെ ഒരു ഫാമിലി വൈസ് ആണെന്നുണ്ടെങ്കിലും മകനോ മകളോ ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചില വീട്ടുകാരുണ്ട്. അതായത് എൻ്റെ മകനായാലും മകളായാലും അവരൊന്നും ആ ഒരു വഴിക്ക് പോവില്ല, മറ്റുള്ളവരാണ് മൊത്തം ഉത്തരവാദികൾ, എന്ത് തെറ്റ് ഇവർക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കാരണക്കാർ മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന തരം വീട്ടുകാരുണ്ട്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ജോബ് വൈസൊക്കെ കുറച്ച് റെസ്പെക്റ്റബിൾ പൊസിഷനിലാണ് ഇവരുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ അണ്ടറിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്തുതിപാഠകർ എന്നൊക്കെ പറയുന്നത് പോലെ ഇവരെ പ്രശംസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇവരെ മാക്സിമം ഒരു ഹൈ ലെവലിലേക്ക് കയറ്റി വെക്കുന്ന വ്യക്തികളുണ്ടാവാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും തെറ്റ് പറ്റുകയോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ ചെയ്താൽ അതിൻ്റെ എക്സാക്റ്റ് റീസൺ കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വ്യക്തികൾ ഇവർക്ക് ചുറ്റും ഇല്ല എന്നുള്ളതാണ്. പലരും ഇവരെ പുകഴ്ത്തി പറയുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ യഥാർത്ഥ റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വളരെ ബ്ലൈൻഡായിട്ട് മറച്ചു വെച്ച് ഈ ഒരു പേഴ്സണെ സുഖിപ്പിച്ച് നിർത്തുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും അല്ലെങ്കിൽ ഇവരെ പ്രശംസിച്ചും പുകഴ്ത്തിയും നടന്നിരുന്ന ആൾക്കാരൊന്നും ഇവർക്ക് ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാജഡി അവരുടെ ലൈഫിനകത്ത് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിന് ഒരുപാട് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഇവരാരും സപ്പോർട്ടിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ പറയില്ലേ, നീ കിടന്നോ ഞാൻ പുതപ്പിച്ചോളാം എന്ന് പറയുന്നത് പോലെ തന്നെ പുതപ്പിക്കാൻ നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല, അവരൊറ്റയ്ക്കായിപ്പോയി. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് സഫർ ചെയ്യാനായിട്ട് ഇവരൊരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് ആളുകളാൽ ഒരു പാമ്പർ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വളരെ ഒരു എന്താ പറയുന്ന ഒരു മെൻ്റൽ ആഗണി എന്ന് തന്നെ പറയാം, ആ ഒരു രീതിയിലേക്കായി പോകും. പക്ഷേ ചെറുപ്പം മുതൽ ഒറ്റയ്ക്ക് വളർന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും നമ്മളെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമ്മൾക്കത് യൂസ്ഡ് ആവും. കാരണം നമ്മൾക്കത് ശീലമായി കഴിഞ്ഞു. എനിക്ക് ആരും ഉണ്ടാവില്ല, എനിക്ക് ഞാൻ മാത്രമാണ് എന്നുള്ളൊരു സത്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും നേരിടാനുള്ള ഒരു പവർ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇപ്പോൾ അവരങ്ങനെയുള്ളൊരു സംഭവം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോളിംഗ് ആണ്, യൂണിവേഴ്സിൻ്റെ ആയാലും ഡിവൈൻ്റെ ആയാലും ആ ഒരു കോളിംഗ് ആണ്. പലപ്പോഴും ഇത് വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു, അപ്പോൾ നമ്മളെ നേർവഴിക്ക് നടത്താൻ അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം അവരുടെ ലൈഫിൽ നടന്നതും അവർക്കൊരു പരീക്ഷണമായിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അവരുടെ ഒരു പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളോട് ചെയ്തതിനുള്ള ഒരു കർമ്മ അനുഭവിക്കുന്ന ഒരു പീരീഡ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടും ഈ ഒരു പേഴ്സണ് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തായിരുന്നോ ഇങ്ങനൊരു സംഭവം വരുന്നതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാതെ ആ ഒരു ടവർ സിറ്റുവേഷൻ നോക്കി പകച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ലൈഫിനകത്ത് ഇങ്ങനെ വന്നല്ലോ, ഞാൻ പാവമാണല്ലോ, പിന്നെയും ആ ഒരു പരിതപിക്കുന്ന അവസ്ഥ തന്നെയാണ്. അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുമില്ല. അത് കുറേ ആൾക്കാർ ചുറ്റിനുണ്ടായിരുന്ന ആൾക്കാരെയും കാണുന്നില്ല. ഒന്നും അറിയാതെ ഞാൻ പാവം എന്നുള്ള ഒരു എനർജിയിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവർ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് വന്നിട്ടില്ല. അവരുടെ ഇപ്പോഴുള്ള അവസ്ഥയും ഫീലിങ്സും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിഭീകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപദ്രവം അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ അത്രത്തോളം വിഷമിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ടാണ് അവർക്ക് ഈ ഒരു ദുരന്തഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശാപമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ കർമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ടിൽ നൗ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമുക്കൊരു അനുഭവം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഡിവൈനായിട്ട് തന്നെ ഒരു അനുഭവം തരുമ്പോൾ അത് എന്തിനെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു ദുരനുഭവം വരാനായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ഒരു പാപകർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സ്വയം ചിന്തിക്കാണ്ട് നമ്മളെ തന്നെ ആ ഒരു നമ്മളുടെ മനസാക്ഷിയുടെ മുൻപിൽ നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ
അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഒരു അനർത്ഥങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. കാര്യം നമുക്ക് വരുന്ന ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയുമൊക്കെ സംഭവങ്ങൾ അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടും അവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു വെളിച്ചം അവരുടെ തലയിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഒരു തുറന്ന കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്നുള്ളതാണ് നമുക്ക് മെയിൻലി കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് തൊട്ടതെല്ലാം നാശം അല്ലെങ്കിൽ തൊട്ടതെല്ലാം അനർത്ഥമായിട്ട് തീരുന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ, എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ചിലവുകളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു സമാധാനം നഷ്ടപ്പെട്ടൊരവസ്ഥ, മാനസികപരമായിട്ട് യാതൊരു സന്തോഷവും കിട്ടാത്തൊരവസ്ഥയിലായിരിക്കാം അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ വേണം, അല്ലെങ്കിൽ അവരുടെ കൂടെ എക്കാലത്തും ഉണ്ടാവുമെന്ന് കരുതിയ വ്യക്തികളുടെ പിന്മാറ്റമായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഷെയർ ചെയ്ത് തുറന്ന് പറയാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും ആൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഭീകരമായിട്ടുള്ളൊരു രോഗം വന്നു, പക്ഷേ അത് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ് നമുക്കത് നേരെയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് പകരമായിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ട് വന്നു, കഷ്ടപ്പാട് വന്നു, ഒരുപാട് എന്താ പറയുന്നത് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ എന്ത് വേണം, എന്താണ് അതിന് ചികിത്സ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് അത് മാറുക, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി ഈ ഒരു പേഴ്സൺ അകന്നു പോയത് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ കൂടിയും ആളിപ്പോൾ ഒരു സിംഗിൾ എനർജിയാണ്. അതായത് അവർക്കിപ്പോൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് ഒരു പാർട്ട്ണറുടെ അടുത്തേക്കോ ആരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ പോലും സപ്പോർട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു വ്യക്തി കൂടെ ഉണ്ടാവാം, പക്ഷേ യാതൊരു ഫലവും ഇല്ല. എന്താ പറയുന്നത്, പ്രത്യക്ഷത്തിലാണെന്നുണ്ടെങ്കിലും പരോക്ഷത്തിലാണെന്നുണ്ടെങ്കിലും യാതൊരു ഫലവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതുവരെ മദ്യപിക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു മദ്യപാനത്തിൻ്റെ ഒരു രീതിയിലേക്ക് പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനോ അങ്ങനെ പല രീതിയിലും ആശ്വാസം കണ്ടെത്താനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥ കാരണം കണ്ടെത്തി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതല്ല, വേറെ പല രീതിയിലൂടെ ആശ്വാസം കണ്ടെത്താനും അല്ലെങ്കിൽ താൻ സ്വയം ഒരു വിക്ടിമാണെന്നുള്ള രീതിയിൽ സഹതപിച്ചിരിക്കാനോ ഒക്കെയാണ് കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ലൈഫിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന് സംശയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഇത് ഒരു അടഞ്ഞ അധ്യായമാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു ഡെത്തിന് അവരുടെ മനസ്സിനകത്തൊരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് വീണ്ടും ആ ഒരു പുനർചിന്തനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ളൊരു സ്നേഹക്കൂടുതൽ കൊണ്ട് ഓടി വരികയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാര്യം ഈ ഒരു വ്യക്തി അവനവനെ തന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അവർക്കൊരു കരുതൽ വേണം. ആ ഒരു രീതിയിൽ അവരെ കൊണ്ടു നടക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ ഉണ്ടാവൂ എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേണമെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്തും നിങ്ങൾ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങളോടായിരിക്കാം വന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളായിരിക്കും അഡ്വൈസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടോ കെയറൊന്നും പിന്നീട് അവരുടെ ലൈഫിനകത്തേക്ക് കിട്ടിയിട്ടില്ല നിങ്ങളിൽ നിന്ന് മാറി നിന്ന ശേഷം. അപ്പോൾ ഇപ്പോൾ അവർ അതിനെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെഡിസിൻ പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരുപാട് നാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഹെൽപ്പൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. പക്ഷേ ഇവർ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കട്ടായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും ആൾ എൻ്റർ ചെയ്യുന്നുള്ളത് ഷുവറാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പോകുന്ന റീസൺസോ കാര്യങ്ങളോ ഇവർ മാറി നിന്ന കാര്യങ്ങളൊക്കെ അവർ ജെന്യുവനായിട്ടായിരിക്കില്ല പറയുന്നത്. തീർച്ചയായിട്ടും അവരെ ഫേവർ ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ചായിരിക്കും പറയാനായിട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പേഴ്സണ് തന്നെ ഓട്ടോമാറ്റിക്കലി അറിയാം നിങ്ങളുടെ അടുത്ത് നിന്ന് പോന്നപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും തിരിച്ച് വരണ്ട, ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലെങ്കിൽ കൂടിയും സാരില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച പണി 18 എടുക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആണ് കാണുന്നത്.
അതായത് റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കിവിടെ കാണുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ അങ്ങനെ അത്രയും ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നടക്കൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അത്രത്തോളം മോഹിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ വരാനും സംസാരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ കൺവിൻസ് ചെയ്യാനായിട്ട് ആൾ ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഇങ്ങനെയാണ്. ഒരുപാട് കർമ്മ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുകൾ അവസാനിച്ചിട്ടുമില്ല, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഓൾറെഡി ഇവർക്ക് വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുന്ന പ്രതിസന്ധികളിൽ നിന്നൊന്നും ഒരു പാഠം പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് അധികം നാൾ തന്നെ ഇവർ അലട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇവരായിട്ട് തന്നെ അതിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വന്നിരിക്കുന്ന ഏത് വിധിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ആ ഒരു വെളിച്ചം വീശുക. അതിന് പകരമായിട്ട് നമ്മൾ ചുറ്റിനുള്ള ആളുകളെയും നമ്മൾക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെയും ഒക്കെ കുറ്റപ്പെടുത്തി നമ്മളാണ് ഏറ്റവും നല്ല വ്യക്തികളെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകും, റെക്കറിങ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവർ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയം മെഡിസിൻ പോലെ അവർ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു കെയർ, ആ ഒരു സംരക്ഷണത്തിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടം തോന്നുന്നുണ്ട്, അതും നമുക്ക് കാണാം, ഒരു സ്നേഹം തോന്നുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് വരുന്ന ഒരു പേഴ്സണൊന്നും അല്ല. ഇപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ വലിയ ചേഞ്ച് ഉണ്ടാവണം എന്നൊന്നുമില്ല. പക്ഷേ ഒരു കുഞ്ഞമ്മയെ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു സംരക്ഷണം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് പേഴ്സണുമായിട്ട് നോ കോണ്ടാക്റ്റിൽ പോയിട്ടുള്ള വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ തിരിച്ചു വന്നാൽ മതി എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഒരുപാട് സന്തോഷം തരുന്ന ഒരു റീഡിങ് തന്നെയാണ്. കാരണം അവർ കമ്മിറ്റ്മെൻ്റായിട്ട് വരാനൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അകൽച്ചയുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആയിട്ടൊക്കെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഹാപ്പിനെസ് തരുന്ന ഒരു റീഡിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും ലൈഫിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനവർക്ക് ഇനിയും ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ബാലിശമായിട്ടൊക്കെ ഈ ഒരു വ്യക്തി പെരുമാറിയേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ സ്നേഹവും ഒക്കെ പൂർണ്ണമായിട്ടും അവർ ഇനിയും മനസ്സിലാക്കണമെന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അത്രയും ഈ ഒരു പേഴ്സൺ ജെനുവിനായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മിക്കവാറും ഈ ഒരു പേഴ്സൺ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വ്യക്തികൾക്കും ഇവരെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ആ ഒരു കരളലിയിപ്പിക്കുന്ന കഥ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും രീതിയിലായിരിക്കും അവരവരുടെ സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ അത്രയും നിങ്ങളുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റാനൊക്കെ ആൾ ശ്രമിക്കുന്ന തരത്തിലുള്ളൊരു എനർജി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരു ഓവർ എക്സ്പെക്റ്റേഷനായിട്ട് നിങ്ങൾ ഇതിനകത്ത് വീണ്ടും മനക്കോട്ടകൾ കെട്ടിപ്പൊക്കേണ്ട കാര്യമില്ല. ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറും, ആ ഒരു ദുഃഖം മാറുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കാം. പക്ഷെ നമ്മൾ കൂടുതൽ പ്രതീക്ഷകൾ ഇതിനകത്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒരിക്കലും കെട്ടിപ്പൊക്കാതിരിക്കുക. നമുക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ സാധിക്കുമെങ്കിൽ വളരെ സുന്ദരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത്രയും കേട്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിൽ കൂടി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. നമ്പർ 1, നമ്പർ 3 വിർഗോ സോഡിയക് സൈൻ, മെയ് മന്ത്, നമ്പർ 13 August month, letter N, Idukki district, letter Y, letter A, Trikketa Nakshatram, number 16, February month, letter M, letter Q, number 22, Alappuzha district, Ernakulam, Bharani Nakshatram, number 5, Uttram Nakshatram, Kartika, Cancer zodiac sign,
letter S, April month, പൂരാടം, ചതയം, ആൻഡ് ഫൈനലി നമ്പർ 21. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങളൊരു നോ കോൺടാക്റ്റിലായിരുന്നു, അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആ ഒരു പേഴ്സൺ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നു. ഒരുപാട് നാളുകളായിട്ട് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോയ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.